ഹലോ, ഇന്ന് നമുക്കൊരു വിഷുക്കണി ഒരുക്കിയാലോ? ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഞാൻ ജാൻവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ രാവിലെ വിഷുക്കണിയൊക്കെ ഒരുക്കി വിളക്കൊക്കെ കൊളുത്തി ജാൻവിനി വിളിക്കാൻ വരും. അപ്പോൾ രണ്ടാളും നല്ല കുട്ടികളായിട്ട് എണീറ്റ് കണി കാണാൻ വരണമെന്ന്. അങ്ങനെ രാവിലെ വിളിച്ച് എണീപ്പിച്ചപ്പോൾ ഒരാൾ മര്യാദയ്ക്ക് എണീറ്റ് വന്നു. പക്ഷെ ജാൻവി നല്ല കരച്ചിലായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഇന്നലെ ഞങ്ങൾ കൊന്ന വാങ്ങിക്കാൻ വേണ്ടി പുറത്തു പോയായിരുന്നു. തിരിച്ചു വരുന്ന വഴി ഞാനും ജാൻവിയും ചെറുതായിട്ടൊന്ന് വീണു. ഞങ്ങളുടെ രണ്ടാളുടെയും കൈയിൻ്റെ മുട്ടും കാലിൻ്റെ മുട്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വിഷുക്കോള് കിട്ടിയിട്ടുണ്ട്. രാവിലെ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല വേദനയായിരുന്നു മുട്ടിനും കൈയിനൊക്കെ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തവണ വിഷു ഇല്ല കേട്ടോ. സിജുവേട്ടൻ്റെ അച്ചമ്മ മരിച്ചിട്ട് ഒരു 3-4 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ കണി വയ്ക്കുന്നതെന്ന്. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ കണി മുടക്കേണ്ട ആവശ്യമില്ല. കാരണം കണി എന്ന് പറയുമ്പം ജസ്റ്റ് വിളക്ക് കൊളുത്തി നമ്മൾ ഭഗവാന്റെ വിഗ്രഹം കാണുകയല്ലേ. അപ്പോൾ അത് മുടക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റാഘോഷങ്ങൾ, അതായത് പടക്കം പൊട്ടിക്കൽ അങ്ങനെയുള്ള മറ്റാഘോഷങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വിഷു എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 എണ്ണമൊക്കെ നമുക്ക് ആഘോഷിക്കാൻ പറ്റാറുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കുടുംബമായിരുന്നു. കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, അടുത്തതും അകന്നതുമായിട്ട് കുറേ റിലേറ്റീവ്സ്. അതുകൊണ്ട് അന്നൊന്നും നമ്മൾ അകന്ന ബന്ധത്തിലൊരു മരണം ഉണ്ടായപ്പോലും വീട്ടിൽ വിഷു ആഘോഷിക്കാറുണ്ടായിരുന്നില്ല. അല്ല, നല്ലൊരു വിഷയമായിട്ട് ഞാനെന്തിനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.